നമ്മൾ കുറച്ചാൾ മുമ്പ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു. ഇതിലത്തെ ഒരുത്തൻ ചെരിഞ്ഞു വീണു കണ്ട. ഇനി ഞാൻ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവില്ല കേട്ടാ എന്ന് പറഞ്ഞിട്ട് പോയി ഓർമ്മയില്ല പറഞ്ഞിട്ട് ഉള്ളതൊക്കെ വെട്ടി കളഞ്ഞിട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ കാവടി പോലെ 90s കിഡ്സ് 80 കിഡ്സ് 70 കിഡ്സ് ഇതിലാരാണ് മികച്ചു വരുന്നതാണ്. അപ്പം നമ്മളന്ന് പറഞ്ഞ് നഴ്സറി ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാമെന്ന് കണ്ട. ഇത് പേര് നോക്കിയ സരിത അപ്പോൾ ആളുകൾ പറഞ്ഞിട്ട് ഞാനത് കേട്ടില്ലെന്ന് വേണ്ട. കാരണം എൻ്റെ കയ്യിൽ വെട്ടോതിരിക്കുന്നത്. നമ്മൾ കുറച്ചാൾ മുമ്പ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു. ഡ്രാഗൺ ഫ്രൂട്ട് നടന്നപ്പോഴല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടപ്പോൾ ഇങ്ങനത്തെ കാലുകൾ നമ്മൾ അതിൻ്റെ ഒപ്പം കുഴിച്ചിട്ടു 4 കാലുകൾ കുഴിച്ചിട്ടു. ഇന്നലത്തെ മഴയ്ക്ക് ഇവിടെ സംഭവിച്ചു നോക്കിയാൽ ഇതിലത്തെ ഒരുത്തൻ ചെരിഞ്ഞു വീണു. നമ്മുടെ ഈ മതിലിന് പരിക്ക് പറ്റി കണ്ട. സരിത കണ്ടില്ലല്ലോ? പരിക്ക് പറ്റി ഞാൻ കണ്ടില്ല, ചെരിഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തുണ്ടായെന്നറിയോ നോക്കിയേ, ഇവിടെ അടി ഈ സൈഡ് ആളുണ്ടായിരുന്നില്ലേ, ആടുണ്ടായിരുന്നു. ഈ സൈഡില് കല്ല് വെച്ചില്ലേ, ബാക്കിലേന് കല്ല് വെച്ചിട്ടുണ്ടായി. ഇത് ഈ സാധനം വളർന്നു കഴിയുമ്പോൾ ഇതൊക്കെ കൂടി മറിഞ്ഞു വീഴും. ഇല്ല അങ്ങനെ വലിയ മണ്ണ് ഉറച്ച് വരും. ഇതിപ്പോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടത് ഇപ്പൊ കല്ലൊന്ന് ഇടിച്ച് ഉറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ ഈ ഇങ്ങനത്തെ ഓട്ടുമുറി എടുത്ത് തരണം. ജഗ്ഗു ഒരു സെക്കൻഡ് ഇടാ. ജഗ്ഗു ഒന്ന് താങ്ങി പിടിച്ചിരിക്കാൻ. അതല്ല കാനുണ്ട്, താങ്ങി പിടിക്കാനാണ്. എനിക്ക് പറ്റില്ലേ? ഒന്നും കൂടെ വന്നേ, ഇതൊന്നും താങ്ങി പിടിച്ചിരിക്കാൻ. നീ അമ്മയും കൂടി താങ്ങി പിടിച്ചിരിക്കും. എനിക്ക് അപ്പുറത്ത് കല്ലിട്ട് ഇടിക്കണം. ഇവിടെ പകാൻ സമയം കിട്ടിയില്ല കേട്ടാ. ഇവിടെ മനോഹരമായ മതിലിന് പരിക്കേറ്റു. ഇതൊന്ന് അങ്ങനെ നേരെ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ച് നേരെ അച്ഛൻ ഇപ്പുറത്ത് കല്ലിട്ട് ഇടിക്കാം. പിടിച്ചോ കേട്ടാ. ഈ സൈഡില് കല്ലിട്ടില്ല കേട്ടാ. ഇത് പിടിച്ച് ഇങ്ങനെ പിടിച്ചിക്ക്. ഇല്ല അങ്ങനെ പിടിച്ചാ മതി. ഇത് ചാരിട്ടേക്ക കണ്ട. അവിടെ സൈഡില് ഇതില്ലത്തെ നേരക്ക്. ഇപ്പൊ നേരെയാണോ? ഇപ്പൊ വളരെ ശരിയാണ്. ഇത് കുഴിച്ചിട്ട് എൻ്റെതല്ല, ആ മണ്ണിനെ അവിടെ ഇളക്കണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് കുഴിച്ചിട്ടതേ. അപ്പൊ എന്താ അതല്ല, ബാക്കി എല്ലാ കാലുകളും ഇതുപോലെ കല്ലൊക്കെ ഇട്ട് ഇടിച്ചിട്ടാണോ ചേട്ടൻ വെച്ചേക്കണത്? കിട്ടിയ കല്ല് വെച്ചിട്ട് ഒപ്പിച്ചു. പിന്നെ മണ്ണ് ഉറക്കിന്നാണ് ചോദ്യം. ഒന്ന് സത്യം പറയും, വല്ല കല്ലിട്ട് ഉറപ്പിച്ചിട്ടുണ്ടാ? മണ്ണ് ഉറക്കിന്ന് അല്ല, കല്ലിട്ടിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ടാ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 കല്ല് വെച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതും ഉറപ്പില്ല. അല്ല, എനിക്ക് ഓർമ്മയില്ല രീതി ഇപ്പുറത്ത് കല്ല് വെക്കേണ്ടത്. കല്ല് ഓട്ടുമുറി അപ്പൊ വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിന് വെക്കാം. അല്ലാച്ചെങ്കിൽ ഈ സാധനം വളർന്നു കഴിയുമ്പോ വെയിറ്റ് വരുമ്പോഴാവും ഒക്കെ കൂടി മറയാന്ന്. കണ്ട ഇവിടെ ഓട്ടുമുറി കല്ലും ഇതൊക്കെ വെച്ചിട്ട് ഇടിക്കേണ്ടത്. ആട്ടുണ്ട് താങ്ങിയ. അല്ല, ഇത് എങ്ങനെയാ നേരെയാണോ ഇപ്പൊ നിക്കണേന്നുള്ളത് അറിയില്ല. ഇത് വലിക്ക് ഈ സ്ഥാനത്തേക്ക് താങ്ങ് കൊടുത്താൽ മതി. താങ്ങിയ താഴ്ചയിൽ കുഴിച്ചിട്ടുണ്ട്. കരിങ്കല്ലങ്ങനെ വേണ്ടി ഓട്ടുമുറി കാര്യമില്ലാന്ന് തോന്നുന്നു ചേട്ടാ. കരിങ്കല്ലിന്റെ കഷ്ണം ഓട്ടുമുറി ഇപ്പുറത്തും കൊടുക്കാം, 2 സൈഡിലും ഇട്ട് കൊടുക്കാം. പണ്ട് കാലത്ത് നമ്മൾ പന്തല് കല്യാണങ്ങൾക്ക് വീടുകളിലാണല്ലോ പന്തലുണ്ടാക്കുക കല്യാണത്തിനൊക്കെ. അപ്പോൾ പന്തൽ പണിക്കാർക്ക് ഇങ്ങനെ അയലോക്കത്തൊക്കെ കല്യാണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പന്തൽ പണിയാനായിട്ട് അവർ കാല് കുഴിച്ചിടുമ്പോൾ പിള്ളേരുകളുടെ പണിയാണ് ഈ ചെറിയ കല്ലുകൾ കൊണ്ടു കൊടുക്കല്. ചെറിയ പിള്ളേരുകളുടെ പണിയാണ് അവർക്ക് കല്ലുകൾ കൊണ്ടു ഈ കുഴിയിലിട്ട് ഇടിക്കാനായിട്ട് ചുറ്റും ഉറപ്പിക്കാനായിട്ട്. ഇനി നിൽക്കത് ഒരു പൊടുക്കി ചെരിഞ്ഞുണ്ടല്ലോ. ഇങ്ങനെ നിൽക്കണം, വെച്ചത് ശരിയല്ല. എനിക്കറിയില്ല ഇവിടെ നിൽക്കുമ്പോ നേരെയാണോ ചെരിഞ്ഞിട്ടാണോ നിക്കണേ. കണ്ട വീട്ടിലേ അത് മണ്ണ് ഉറക്കാണ്ട് അത് ഏത് സാധനം കഴിഞ്ഞാണ് ഇതില്. അപ്പുറത്തും എല്ലായിടത്തും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ? ഞങ്ങളാരും കുറ്റം പറഞ്ഞില്ലല്ലോ. ചേട്ടന് സ്വയം കുറ്റബോധം ഉണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കണം. അതെന്തോ കല്ല് ഇടിക്കാത്തത് എന്റെ കുറ്റബോധമാണ്. കല്ലിടിക്കാമായിരുന്നു. അന്ന് ആരും ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കാ. നീ മറ്റേ കടയിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവില്ല കേട്ടാ എന്ന് പറഞ്ഞിട്ട് പോയി ഓർമ്മയില്ല പറഞ്ഞിട്ട്. ഇനി വിട്ടോ നേരിട്ട് വിട്ടോ. നീ ഒരു കുഴപ്പമില്ല. ഇളക്കി നോക്കട്ടെ, വീഴോന്നറിയാൻ. ഇളക്കിക്കോ.
അത് വീഴുങ്ങട് ഒരു ചുക്കും വീഴില്ല, അത് ഇളകുണ്ട്. ഒരു ചുക്കും വീഴില്ല. ഇനി ഞാൻ അടിപൊളിയാക്കും എടുത്തിന് വല്ല നട്ടാനൊക്കെ. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് വളരെ ശരിയാണ്. ഇതും കുഴപ്പമില്ല, ഇതൊന്നും വീഴില്ല. ഇനി ചെയ്യാൻ പോണതേ 2-3 കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ. ഈ സാധനം കണ്ട നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന് ചെയ്തിട്ടുള്ള ഷീറ്റ് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ 2-3 പേര് കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ ഷീറ്റുമ്പിലേക്ക് ഈ മുള്ള് കയറുമ്പോൾ മുള്ള് കൊണ്ട് കീറുന്നു. ഇത് കാറ്റത്ത് കിടന്ന് ഇങ്ങനെ ആടുമ്പോ ഈ മുള്ള് കൊണ്ടിട്ട് അത് കീറുന്നു. അത് ഞാനിത് ഇങ്ങനെ കെട്ടുമ്പോ ചേട്ടനോട് പറഞ്ഞത് ഓർമ്മയുണ്ടാ? അപ്പൊ ചേട്ടൻ എന്തിനാ പറഞ്ഞേ മുള്ളൊക്കെ നമുക്ക് വെട്ടിക്കളയാന്ന്? അല്ല, അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അങ്ങനെ ഒരു മരമാക്കി നിർത്താമെന്ന് വിചാരിച്ചു. ഒരു മരം പോലെ നിർത്താമെന്ന് വെച്ചാൽ. അപ്പോൾ ചുറ്റുള്ളതൊക്കെ വെട്ടി കളഞ്ഞിട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ കാവടി പോലെ ആക്കാന്ന് പറയില്ലേ. നമ്മൾ ഈ കുരിയിച്ചിറ ഒരു സ്കൂൾ കണ്ടില്ലേ, കുരിയിച്ചിറ സെൻറ്റ് പോൾസിൽ കണ്ടില്ലേ, അവിടെ ബോഗമില്ലുണ്ട്. ബോഗമില്ല അത് 4 ബോഗമില്ലുണ്ട് ഇതുപോലെ കുഴിച്ചിട്ടാണ്. ഇങ്ങനെ ശരിക്കും നമ്മുടെ സാധാരണ ഒരു മരം പോലെ തന്നെ ഇതിന് മുകളിൽ ഇങ്ങനെ അല്ലേ ശരിക്ക് ഇതാണ്. ഭയങ്കര കനാണ്. എത്ര ഒരു 50 കൊല്ലം പഴക്കണ്ടെന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് ഒറ്റത്തടിയിട്ടാണ് പോകുന്നത്. ഇതിന് പക്ഷേ ഒരു താങ്ങ് കൊടുക്കണം. ഇത് വളഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുള്ള ലോഡുകളൊന്ന് കുറയ്ക്കണം. ഇപ്പോഴത്തെ ഒരു അമേരിക്കയിലുള്ള ഷിനോത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരാളില്ലേ സരിത, ഒരു തല പെട്ടയിട്ട് കുറേ കാര്യങ്ങൾ പറയില്ലേ ഇങ്ങനെ, അറിയില്ലേ സരിത? കേട്ടിട്ടില്ലേ? ഷിനോദ് എന്നാ പേര്. ഒരു പെട്ടയിട്ട് അമേരിക്കയിലുള്ള ഒരാൾ ഇങ്ങനെ 1 മിനിറ്റിൻ്റെ വീഡിയോ കേട്ടില്ലേ? ആള് പറയുന്ന ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം എന്താണെന്ന് അറിയോ? 90s പിള്ളേരുകൾ, 90s കിഡ്സ്, 80 കിഡ്സ്, 70 കിഡ്സ്, ഇതിലാരാണ് മികച്ചു വരുന്നതാണ് ആളുടെ പറച്ചിൽ. ആളെ പറച്ചില്ല, അങ്ങേര് പറയുന്നുണ്ട്. പലരും പറയുന്നത് 90കളിൽ ജീവിച്ച 90കളിൽ ജനിച്ച ഇവർക്കാണ് ഏറ്റവും ഭാഗ്യം. ചിലർ പറയുന്നത് 80കളിൽ ജനിച്ച. സരിതയൊക്കെ 80ൻ്റെ 80 കിഡ്സ് അല്ലേ? ഞാൻ 70 കിഡ്സ് എന്ന് പറയാൻ പറ്റില്ലല്ലേ? പറയാം. 69 ലാസ്റ്റ് ആയില്ലേ, 70 ആവാറായില്ലേ, അപ്പോൾ 70 കിഡ്സിലെ ചേട്ടൻ പെടാം. അപ്പോൾ ഇന്ന് ഞാൻ അത് കണ്ടത് 80 കിഡ്സിൻ്റെ ഇതുകളാണ് പറയുന്നത്. ആൾ കേട്ടാ കേട്ടാ അത് പറയണതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടാ. പണ്ടുള്ള ആളുകളുടെ കാര്യത്തിൽ അതിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്നെ ആകർഷിച്ചു. അതായത് മോളിയോടെ ഹെലികോപ്റ്റർ പോകുമ്പോൾ നമ്മൾ അകത്തൊക്കെ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ എന്തൊരു ചെയ്യാനില്ല, ഓടി വന്നിട്ട് ടാറ്റ കൊടുക്കും അതിനിങ്ങനെ. ഇന്ന് കാലത്ത് നമ്മൾ ഉള്ളി പറക്കാതിരിക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ പോയി ഇപ്പോൾ ഞാൻ ടാറ്റ കൊടുത്തില്ലേ, അത് 80s മാത്രമല്ല കേട്ടോ. 80 കിഡ്സ് ചേട്ടന് അതിന് സാധാരണ കൊടുക്കണത് ഞാൻ കാണാറില്ലല്ലോ. ഞാൻ കൊടുക്കാറുണ്ട്. ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കാറില്ല. ചേട്ടൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ടാറ്റ കൊടുക്കാറുള്ളൂ. എൻ്റെ കയ്യിൽ വെട്ടോതിരിക്കുന്നത് അവളോണ പറയുന്നതിന് ഇതേ ഇങ്ങനെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്ക് പേടി. കണ്ട മുള്ള് ഇതിനെന്തിനെ കനം കുറയ്ക്കാനാണ്. ഇതിപ്പോ എന്തൊരു ചെയ്യാൻ ഞാൻ ഇപ്പുറത്തേക്കുള്ളത് വെട്ടിയതും കുഴപ്പമില്ല. ആ ഷീറ്റുമ്പോ എടുക്കണ അടിയിലത്തെ ചില്ലകളൊക്കെ വെട്ടിയാ മതി. അവിടേക്ക് ലോഡ് കുറയ്ക്ക. ഭയങ്കര മുള്ളതിൻ്റെ ഭോഗമില്ലാതെ മുള്ളുകളേ പോണത് ആട്ടല്ലേ. ഷീറ്റ് കീറിയാവോ? കീറിയിട്ടൊന്നുമില്ല. അല്ല അപ്പം അങ്ങനെ ആളുടെ ഒരു ഇതുകളേ നിങ്ങള് മറ്റേ ജെൻസി കിഡ്സും ആൽഫ കിഡ്സും ഒക്കെ അല്ലേ ഇപ്പോഴുള്ളവര്? അല്ല ജെൻ ആൽഫയാ എന്നിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ പറയാ. എന്തൊട്ടൊക്കെ പറയാം എനിക്കറിയുന്നില്ലേ നിങ്ങൾക്ക്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മളെ പുച്ഛാണല്ലോ. അതാണ് അങ്ങനെ നിങ്ങൾ അങ്ങനെ പുച്ഛിക്കണ്ട. അവര് ജീവിച്ചിരുന്ന കാലഘട്ടം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അതന്നെ അതന്നെ തന്നെ. അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് നമ്മുടെ ആ കാലഘട്ടത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും കൂടുതൽ. മറ്റുള്ളവർ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ജനിച്ച കാലഘട്ടങ്ങളൊക്കെ നല്ല തന്നെയാണ്. ആരും മോശക്കാരുമില്ല. അല്ല എല്ലാ കാലഘട്ടത്തിലത്തെയും ചെറുപ്പക്കാർക്ക് അവരുടെ മുന്നത്തെ തലമുറയോട് ഒരു പുച്ഛമുണ്ട് ഇല്ലേ? അങ്ങനെയായിരുന്നില്ലേ? അങ്ങനെയുണ്ടോ? ആ ശങ്കരാഭരണ സിനിമയില് കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ കണ്ടിട്ടില്ലേ? ആ സിനിമ ഏത് വർഷത്തിൽ അറിയപ്പെടാ? ശങ്കരാഭരണം. അപ്പൊ ആള് ശാസ്ത്രികളെ കളിയാക്കണത് മറ്റേ പോപ്പ് മ്യൂസിക് വെച്ചിട്ട് മറ്റൊരു കളിയാക്കണത് അവര് കളിയാക്കണത് അവർക്ക് ഇവരെ പുച്ഛാണ്. ഈ തലമുറ പുച്ഛമാണ്. അത് ശരിയാ. അത് അവർക്ക് അന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മുള്ളുണ്ടേ. ഞാൻ അങ്ങോട്ടുള്ള ചില്ലകൾ വെട്ടിയൊന്ന് ഒതുക്കിയൊന്ന് ഭംഗിയാക്കണ്.
അപ്പോൾ ആളുകൾ പറഞ്ഞിട്ട് ഞാനത് കേട്ടില്ലെന്ന് വേണ്ട. കാരണം ഈ ഷീറ്റ് കീറിയാലോ, ഇത് നമ്മുടെ ഷീറ്റ് പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ അതൊന്ന് കീറണ്ടാന്ന് വെച്ചിട്ട് ഇതിനൊരു മരമാക്കി വളർത്താൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആർക്കും ശല്യമില്ലല്ലോ. അതുമേ ഈ നിറച്ച് പുളുറുമ്പിന്റെ കൂടാട്ടാ. ഏതുമേ? ചേട്ടപ്പ വെട്ടണേമേ. അതെ നീയേ? ആ ഞാൻ നീങ്ങിപ്പോയി, ഞാൻ ഓടി ആദ്യം തന്നെ. ഈ ബോഗൻവില്ലേരത് വെട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ വേണം. ബെസ്റ്റ് പൂവാട്ടത് കണ്ട നോക്കിയാൽ. അടുത്തുള്ളത് നമ്മൾ കൊലയായിട്ട് പൂവുണ്ടാക്കും. അയ്യോ ചേട്ടാ, ഷീറ്റുമ്പോ കൊള്ളല്ലേട്ടാ അതിന്റെ തുമ്പ്. ഇല്ല, ഷീറ്റ് മുണ്ടില്ല. ഒരു സൗണ്ട് കേട്ടല്ലോ. ഇല്ലില്ല, ഷീറ്റ് മുണ്ട്. അത് മറ്റേ സാധനം തട്ടിയതാ. ഇത് പ്യുവർ വൈറ്റ് അല്ല അല്ലേ? ഇതും ഒരു പിങ്കിന്റെ ഷെയ്ഡ് വരുന്നുണ്ടല്ലേ? ആ അതാണ് അതിന് ഭംഗി എന്ന് പറഞ്ഞില്ലേ. നോക്കിയാ കണ്ട ഒരു ഭംഗി കണ്ട. നോക്കിയ സ്ഥലത്തെ ആ പൂവിന്റെ ഭംഗി കണ്ട. നോക്കിയാ കണ്ടു. ഈ സമയത്തല്ലേ വെട്ടാ. പക്ഷെ ഇപ്പൊ വെട്ടിയില്ലെങ്കിൽ എന്തൊരു കുഴപ്പം ചെറിയില്ലേ. ഇനി വർഷകാലം ആകുമ്പോൾ ഇതിങ്ങനെ നിറയാവും. അപ്പോൾ എനിക്ക് ഒതുക്കാൻ പറ്റില്ല. ഇതിനൊരു മരമാക്കി നിർത്തി ഭംഗിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലോഡ് കുറയ്ക്കുന്നുണ്ടാ. കംപ്ലീറ്റ് വെട്ടാണോ? ആ സൈഡ് അതല്ലറി ചേട്ടൻ വെട്ടാൻ തുടങ്ങിയ പിന്നെ ഒക്കെ വെട്ടണം. അല്ല, ആ തുണി വെട്ടി കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് നിൽക്കില്ല, ഇങ്ങനെ കാവടി പോലെ മതിയില്ലേ. മുട്ടി നിൽക്കില്ലല്ലോ. ഇത് ഇനി മെയ് ലാസ്റ്റ് ആവില്ലേ, മഴക്കാലം തുടങ്ങാറാവുമ്പോ വെട്ടി നിർത്താം. പെട്ടേക്ക് നിർത്താം അല്ലേ? എൻ്റെ കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണെന്നറിയോ ചേട്ടാ? അവിടുത്തെ പുല്ല് ചെത്ത്. ഏത്? ആ പെയിന്റ് കഴുകി കൊടുത്ത കണ്ട പുല്ല് മുഴുവൻ പോയിട്ട് അത് ചെത്തി കളഞ്ഞു കഴിഞ്ഞ് ഇവിടത്തെ പുല്ല് അങ്ങോട്ട് കയറി പിടിച്ചോളൂ. ഇനി എന്താ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചട്ടിയിലിരിക്കുന്ന സാധനങ്ങളില്ലേ, ഇവരെയൊക്കെ ഇനി മണ്ണിൽ കുഴിച്ചിടാൻ പോവുക. ഈ ചട്ടിയിലിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങൾ നമ്മൾ നനച്ചു കൊടുക്കണം അല്ലേ? നനയ്ക്കും. പക്ഷെ അങ്ങനെ ഇതില്ല. ഇതിനെ ഒരു മരമാക്കി നിർത്താനാണ് പരിപാടി. 4 മരങ്ങൾ ഇവരെ. അപ്പോൾ സൈഡിലത്തെ ചില്ലകളൊക്കെ വെട്ടി ഒരു വടി പോലെയൊക്കെ ഇങ്ങോട്ട് പോയിട്ട് നല്ല ഭംഗിയാക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു. നല്ല പൂവ് അത് കണ്ട, നല്ല ഭംഗിയുള്ള പൂവ് അത്. നമ്മുടെ ശിവി മഹേഷും കൈ കഴുകിയ സ്ഥലമാണ് ഇത് കണ്ട. ഇവിടുത്തെ പുല്ലൊക്കെ പോയി. അതുപോലെ അവരുടെ ബ്രഷും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ കഴുകുമ്പോഴേ ഈ വെള്ളം പോണ ഈ ഭാഗത്തെ കണ്ട ഇതൊക്കെ പോയി. മറ്റേ എന്തിട്ടാണ് അതിൻ്റെ പേര്, ആ സാധനം അവരിങ്ങനെ കഴുകണത്? ടാർപ്പൻ്റെ ആണോ അത്? അതൊക്കെ പോയതാണിത്. അപ്പം ഇവിടെ ഇത് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സ്ഥലത്തെ പുല്ലും ഇങ്ങോട്ട് കയറി കുറച്ച് നാൾക്കുള്ളിൽ അത് പടർന്നോളും. തുടങ്ങിയില്ലേ? എവിടത്തെ വേണം ചെത്തി? 2 ചെത്താള തന്നെയാ. ഇവിടെ പുല്ലില്ലേ സരിതേ? അവിടെ പുല്ലുകളില്ലേ? പുല്ല്. ഇപ്പോൾ സരിത കൊണ്ടുവന്നോണതേ നമ്മൾ ഇതാക്കിയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ അവരെ ഇവിടെ ഇങ്ങനെ തിക്കായിട്ട് നടാനല്ലേ. ഇവിടുത്തെ പുല്ലില്ലേ, പുല്ല് പോയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. പിന്നെ മണ്ണ. ഇനി മണ്ണാ വഴിക്ക് വീഴാൻ പോയി പറഞ്ഞു അതിൽ കൂടെ നടന്നപ്പോ. ഇനി മണ്ണുള്ള ഇവിടെ. ഇനി ഇതിന്റെ മീതെ പുല്ല് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് വരും. അല്ല മണ്ണിൽ എങ്ങനെയല്ല ഇതിന്റെ ഉണ്ടാവും. അത് പോയി കണ്ട. ഇതാണ് നമ്മുടെ സാധനം നമ്മൾ ഇതാക്കിയത്. ഇത് ഇപ്പോഴാണ് നടുന്നത് മാത്രം. ഇവർക്കൊരു ശാപമോക്ഷം. ഇന്ന് പിടിച്ചതല്ലേ ഉദ്ഘാടനം നിൽക്കണടാ. ഒരെണ്ണം ഇവിടെ കുഴിക്കിട്ട് അത് പിടിച്ചില്ലേ. ആദ്യം ഒരു നടണ്ട ഇതിൽ നടല്ലേ. ഉദ്ഘാടനം നടാൻ പോകട്ടെ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഇത് ചെയ്തിട്ടുള്ള ഇത് കേട്ടോ. നമ്മൾ ചെയ്താലും ഉണ്ടാവും എന്നുള്ള എൻ്റെ തെളിവാണിത്. ഒരെണ്ണം ഇപ്പോൾ ഈ കളിക്കണ സ്ഥലം വൃത്തികെട്ട ഇതുകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കൈയും കാലും കഴിയുന്ന സ്ഥലം മാത്രമല്ല, അല്ലാണ്ട് വേറെ പണ്ടത്തെ പോലെ പാത്രങ്ങളൊക്കെ കഴുകില്ലേ, ഒരു വൃത്തികേടുണ്ടാവില്ലേ മറ്റുള്ള ചില സ്ഥലങ്ങളിൽ. ആ പരിപാടി ഒന്നും ഇല്ല. ഇതൊക്കെ നന്നായി വേര് പിടിച്ച് കൂമ്പെടുത്തു ഇല്ലേ. അപ്പോൾ നമ്മളന്ന് പറഞ്ഞ് നഴ്സറി ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാമെന്ന്. കണ്ട ഇതിൽ വേര് നോക്കിയ സരിത എന്തോരം വേരാ ഇതൊന്ന് പിടിച്ചേണ്ട. അടുത്ത കൊല്ലാകുമ്പോഴേക്കും നിങ്ങൾ വലിയ മനോഹരമായ പൂക്കളുമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഇനി ഇവിടെ പെയിൻറ്റിൻ്റെ കൈ കഴുകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഈ പെയിൻറ്റിൻ്റെ കൈ കഴുകുമ്പോഴാണ് ഇവിടുത്തെ പുല്ലൊക്കെ പോണത് സരിത അല്ലേ? ഒരു പട്ടയാണല്ലോ, ഇരുമ്പിൻ്റെ പട്ട.
എന്നിട്ട് ഇനി പോയിട്ട് അല്ല ഇതൊക്കെ പോയി ഇവിടെ പുല്ല് പിടിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് ചേട്ടാ വരെ വിളിക്കും എവിടെയെങ്കിലും ഒക്കെ പെയിന്റ് അടിക്കാൻ. പെയിന്റ് അടിക്കാണെങ്കിൽ ഇവിടെ നീ കൈ കഴിപ്പിക്കില്ല. ഇവിടെ കൈ കഴിപ്പിച്ചായിരുന്നു ഇത് ഇങ്ങനെ പെയിന്റ് നോക്കിയാൽ അല്ല പോയത്. ശരി അപ്പൊ വിളിക്കും, അത് ഉറപ്പില്ല ആ കാര്യത്തിൽ ചേട്ടന്. അല്ല പെയിന്റ് അടിക്കല് ചിലപ്പോൾ പെയിന്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ 2029 ഇനി പെയിന്റ് അടിക്കുള്ളൂ എന്ന് ഇന്നലെ മിന്നാന്ന് വിട്ടിരുന്ന് പറയണ്ടായിരുന്നല്ലോ. അതെ ഞാൻ ഇനിയിപ്പോൾ പെയിന്റ് അടിക്കില്ല വെറുതെ നമ്മൾ വീടിന്റെ മതിലൊക്കെ പെയിന്റ് അടിച്ചെന്ന് മാത്രം. ഇപ്പൊ അതാ മതിൽ ഹൈറ്റ് കൂട്ടിയ കാരണം കൊണ്ടാ, അല്ലാതെ നമ്മളിപ്പോഴൊന്നും പെയിന്റ് അടിക്കില്ല. ഇല്ല നോക്കിയാ പേര് കണ്ട പിടിക്കുന്നുണ്ടോ നോക്കിയാ നോക്കിയ പേര് അവിടെ കൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്തിട്ട് കൊട്ടാണ് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. പഠിപ്പിക്കണം എന്നല്ല കടാവ് വെറുതെ കൊട്ടണം തൊട്ടുമ്പോൾ അങ്ങോട്ട് അവിടത്തെ വർഗീസേട്ടൻ്റെ അവിടത്തെ പഠിപ്പിക്കുന്നതാണ്. അല്ല അതെ ഇതിൽ പൂവുണ്ടായിട്ട് പഠിപ്പിക്കണാണെങ്കിൽ പഠിപ്പിക്കണ ശബ്ദമൊക്കെ കേൾക്കില്ലേ? കൊട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ല ഈ സമയത്താണ് കൊട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ കണ്ടത് പൂവുണ്ടായി. ഇതിനൊന്നും നമ്മൾ തീരെ നോക്കിയിട്ടില്ല. ഒക്കെ വെറുതെ ചകിരിച്ചോറും ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൂളായിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പം ഞാൻ വെച്ചാലും ശരിയാവുമെന്ന് മനസ്സിലായില്ല. തരുതേ നനച്ച് കൊടുക്കണമെന്ന് മാത്രമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഓരോ നമ്മൾ കുഴിച്ചിടാം. ആ ചെടി വീണ്ടും വളർന്നു തുടങ്ങി. ഇനി അത് വെട്ടികളായിരിക്കും കേട്ടാ. അപ്പം പിന്നെ ഈ ചെടികൾ എന്തൊരു ചെയ്യാം? ആ ചെടി അവിടെ അങ്ങനെ എന്താ കാര്യം ഭംഗി ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ആ ചെടിയുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഈ ചെത്തി വയ്ക്കാൻ. നീ ചെത്തി വയ്ക്കുമ്പോഴുള്ള ഭംഗി നോക്കിയോളോ. ആ ചെത്തിയുടെ ഭംഗി ആവശ്യമുള്ള ഭംഗി നോക്കിയേ വരുന്നതേണ്ട. പൊന്തി പൊന്തി വരുമ്പോൾ ഭംഗി വേണ്ട. ഇതും പൊന്തി പൊന്തി വന്നോളൂ. അതിപ്പോൾ ഇത് ബാണം വെച്ച പോലെ പൊന്തി വരും. കാടാവാൻ ഇവിടെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇനി ഇങ്ങനെ വരി വരിയിട്ട് നടാ. സംഗതി ഇരുട്ടായിട്ടാ. നല്ല പച്ചപ്പിൽ നിൽക്കണേന് നല്ല വേരുള്ളത് അല്ലേ? ഇരുട്ടായി. നമുക്ക് നാളെ ചെയ്യാം. നാളെ കാണാം.